യേശുക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ സമ്പന്നനാക്കേണ്ടതിന് സ്വയം ദരിദ്രനായി മാറിയവൻ. ഞാൻ ചോദിക്കുന്നത്, ഈ യേശുക്രിസ്തുവാണ് കർത്തൃത്വം നടത്തുന്നതെന്ന് പറയുന്ന നമ്മളിൽ അങ്ങനെയാണോ? നമ്മളിൽ എത്ര പേർ അങ്ങനെ ആകുന്നുണ്ട്? നമ്മൾ പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ഓരോ ദിവസവും സമ്പന്നരാകാനുള്ള ശ്രമത്തിലാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയ്ക്ക് വിശാലത ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് സമ്പത്ത് വർദ്ധിക്കണം, നമ്മുടെ സിറ്റുവേഷൻസിന് വർദ്ധിക്കണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കണം, അതൊക്കെയാണ് അനുഗ്രഹമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വമുള്ള എന്ന് പറയുന്ന നമ്മൾ പലരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരാളെ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി സ്വയം ദരിദ്രനായി തീരാൻ സമർപ്പിച്ച് താഴേക്കിറങ്ങിപ്പോയിട്ടുള്ള ആളുകളെ നമുക്കിടയിൽ കാണാനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അതാണ് എന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം. അങ്ങനെയാണെങ്കിൽ അവർ അതായത് ഈ മറ്റുള്ളവരെ കൊണ്ട് സ്വയം സമ്പന്നരാണ്, മറ്റുള്ളവരിൽ നിന്ന് സമ്പത്ത് പ്രാപിച്ച്, ഞാൻ ചോദിക്കുന്നു, ഇന്നത്തെ സുവിശേഷകന്മാരൊക്കെ നല്ല ജീവിതം നയിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ പാസ്റ്റർമാർ, പ്രവാചകന്മാരൊക്കെ ലാവിഷായിട്ടല്ലേ ജീവിക്കുന്നത്. ഇവർക്ക് ഈ പണം എവിടുന്ന? ഇവരെന്തെങ്കിലും പണിയെടുത്തിട്ടാണോ? അല്ല. പിന്നെ എവിടുന്നതാണ്? ഇവർ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പേരിൽ, പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ പേരിൽ, യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിൻ്റെ പേരിൽ പലരും അവർ അല്പം ദരിദ്രനായി തീർന്നുകൊണ്ട് ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ സമ്പന്നരാകുകയാണ്. നേരെ ഓപ്പോസിറ്റല്ലേ ഈ കാര്യങ്ങൾ നടക്കുന്നത്. വാസ്തവത്തിൽ ഇത് ക്രിസ്തുവിൻ്റെ കർത്തൃത്വമാണോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വിശേഷിച്ച് ഒയാസിസ് TV-യിലൂടെ ഈ സന്ദേശം നിങ്ങളുടെ അടുക്കലോളം എത്തിക്കുവാൻ പരിശ്രമിക്കുന്ന എൻ്റെ സഹോദരന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഈ വേദപുസ്തകം വായിച്ചിങ്ങനെ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ ചിന്തിപ്പിച്ച, വല്ലാതെ ഭാരപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ടവർ എന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും, നിങ്ങളിലെല്ലാവരും ഞാൻ പറയുന്നില്ല, ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന പലരും വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവർ തന്നെയാണോ എന്നൊരു സംശയം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു കാരണം, ആ കാരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരിക്കലേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് സഞ്ചരിക്കുന്ന വേളയിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരു ചേട്ടനും അനിയനുണ്ട്. സബദിപുത്രന്മാരെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഈ സബദിപുത്രന്മാരുടെ അമ്മ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറയാം, അതെ യേശുവേ, എൻ്റെ ഒരു മോനെ നിൻ്റെ ഇടതുവശത്തും ഒരു മോനെ നിൻ്റെ വലതുവശത്തും നിൽക്കാനുള്ള അനുവാദം തരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നൊരു ഭാഗം നമുക്ക് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ് നമുക്കത് കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നു, അങ്ങനെയൊക്കെ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ യേശു പറഞ്ഞു, ഓക്കെ, ഞാൻ കുടിക്കുന്ന പാനപാത്രം എന്തൊക്കെയാണോ, ഞാൻ പോകുന്ന വഴി അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ശരി, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ ഇടത്തുവശത്ത് ഒരാളിരിക്കണം, വലത്തുവശത്ത് ആരെൻ്റെ ഇടത്തുവശത്തും വലത്തുവശത്തും ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, എൻ്റെ പിതാവാണ് എന്ന് ആ അമ്മയോട് പറയാനിടയായി. ഇത് കേട്ടോണ്ട് നിന്ന് ശിഷ്യന്മാർക്ക് അതത്ര സൂചിച്ചില്ല. അടുക്ക ചെന്ന് വെച്ച് യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അപ്പം ഞങ്ങളല്ല എന്നാ എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന, പെട്ടെന്ന് ഏറ്റവും എന്താ പറയുക, ചേർന്നിരിക്കുന്ന പൊസിഷനിലോട്ട് വരാനുള്ള ശ്രമം, നമ്മളുമൊക്കെ എന്നാ മണ്ടന്മാരാണോ, നമുക്കുമൊക്കെ അവിടെ ഇരുന്നുകൂടെ എന്നൊക്കെയുള്ള തലത്തിൽ ഞാനൊക്കെ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ലെവലിലായിരിക്കാം ഒരുപക്ഷെ അന്നത്തെ ശിഷ്യന്മാരുടെ ചിന്തകളും മനോഭാവമൊക്കെ പോയത്. അപ്പോൾ ആ സമയത്ത് യേശുക്രിസ്തു അവരോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യത്തിൽ, ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നിരസപ്പെട്ടു. 12 ശിഷ്യന്മാരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൽ 2 പേരുടെ കാര്യം അവരുടെ അമ്മ വന്ന് പറഞ്ഞു, ചേട്ടന് വേണ്ടോ. ബാക്കി പോയിട്ട് 10 പേരുടെ ഒരു പിറുവിറുപ്പാട് കാണുന്നത്. ആ 10 പേർ ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ട സമയത്ത് യേശു അവരെ അടുക്കൽ വിളിച്ചു. അവരെ അടുക്കൽ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ 10 പേരെ അടുക്കൽ വിളിച്ച് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അവരെ അടുക്കൽ വിളിച്ചിട്ട് പറയാണ്, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. ഇതാണ് എന്നെ കുഴപ്പിച്ചൊരു വിഷയം. വേദപുസ്തകത്തിൽ കർത്തൃത്വം നടത്തുന്ന വ്യക്തിത്വം, മറ്റൊരു കർത്തൃത്വത്തെക്കുറിച്ച് യേശു തന്നെ പറയുകയാണ്, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു. ആരിലാണ്? യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ, യേശുവിൻ്റെ കൂടെ നടക്കുന്ന അപ്പസ്തോലന്മാരിൽ 2 പേരിൽ കർത്തൃത്വം നടത്തുന്നത് ജാതികളുടെ അധിപന്മാരാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ മേത്തോ? നമ്മളൊക്കെ റോമാലേഖനം 12-ാം അധ്യായത്തിലൊക്കെ റോമാലേഖനം 10-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിലൊക്കെ നമ്മളെന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ കർത്താവെന്ന് ഏറ്റുപറയുകയും, ഹൃദയം കൊണ്ട് മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗോണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന രക്ഷിക്കും. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം, യേശു ക്രിസ്തു കർത്താവായി ഉള്ളവനാണ് രക്ഷിക്കപ്പെട്ടവൻ, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ കർത്തൃത്വം യേശു ക്രിസ്തുവിനാണ്. ഇതാ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുടെ മേലുള്ള കർത്തൃത്വം ജാതികളുടെ അധിപന്മാരിലാണ്.
ഇനി ജാതികളുടെ അധിപന്മാരാണ് അവരിൽ കർത്തൃത്വം നടത്തുന്നതെന്ന് ക്രിസ്തു പറയാനുള്ള റീസണാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. എന്താണ് ആ റീസൺ? വേറെ ഒന്നുമില്ല. അവർക്ക് വേണം ഒന്നാം സ്ഥാനം, അവർക്ക് വേണം ചേർന്നിരിക്കാൻ, അവർക്ക് വേണം ആദ്യ പരിഗണന, അവർക്ക് വേണം മഹത്വം, അവർക്ക് വേണം പരിഗണന. ഈ പറയുന്ന വികാരം, ഈ പറയുന്ന താല്പര്യം, അത് അവരിൽ കർത്തൃത്വം നടത്തുന്നവൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഇങ്ങനെയുള്ള വികാരമുള്ളവൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള മനോഭാവത്തിൽ യാത്ര ചെയ്യുന്നവനെ നയിക്കുന്നത്, ഗൈഡ് ചെയ്യുന്നത്, അവൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് ജാതികളുടെ അധിപന്മാരാണ് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വയം പരിശോധിക്കണം, നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് ആരാണെന്നുള്ളത്. ഇനി തുടർന്ന് താഴോട്ട് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിൽ ഇങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. എന്നിട്ട് പറയുക, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു, ഇതാണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം ഇതാണ്. അപ്പോൾ യേശുക്രിസ്തുവാണ് എന്നിലും നിങ്ങളിലും കർത്തൃത്വം നടത്തുന്നതെങ്കിൽ, അഥവാ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, ഞാൻ ഒന്നുകൂടി പറഞ്ഞു, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് യേശുക്രിസ്തു കർത്താവായുള്ളവനാണ് രക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണല്ലോ നമ്മൾ റോമാലേഖനം 10-ാം അധ്യായത്തിൽ പഠിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവാണ് എന്നിൽ കർത്തൃത്വം നടത്തുന്നതെങ്കിൽ എൻ്റെ മനോഭാവം യേശുക്രിസ്തുവിൻ്റെ ഭാവമായിരിക്കും. എന്താണ് യേശുക്രിസ്തുവിൻ്റെ ഭാവം? ശുശ്രൂഷ ചെയ്യുകയല്ല, ചെയ്യാനും സ്വയം പ്രാണനെ വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യാഗിയായി മറുവിലയായി തീരാൻ ഏൽപ്പിച്ചു കൊടുക്കുക. സ്വന്തം സ്ഥാനവും മാനവും ഒക്കെ ത്യജിച്ചു മറ്റുള്ളവരെ ലിഫ്റ്റ് ചെയ്ത് ഉയർത്തുക. ഇതാണ് വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ ഇത് കാണുന്നില്ല എന്നുള്ളതാണ് എന്നെ സങ്കടപ്പെടുത്തുന്ന വിഷയം. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചില വാക്യങ്ങൾ ചിന്തിച്ചപ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം എടുത്ത് അവിടെ എടുക്കുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഒരു രംഗമുണ്ട്. ഇനി കാല് കഴുകുന്ന രംഗത്ത് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. കാല് കഴുകുമ്പോൾ പത്രോസിൻ്റെ കാല് കഴുകുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, വേണ്ട ഗുരുവേ, അങ്ങനെയല്ല, ഞാനാണ് നിൻ്റെ കാല് കഴുകുന്നത്. അപ്പോൾ പത്രോസിൻ്റെ പറഞ്ഞു, അങ്ങനെയല്ല, ഇപ്പോൾ സമ്മതിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് യേശു പത്രോസിൻ്റെ കാലൊക്കെ കഴുകുന്നത്, നീ എനിക്ക് നിന്നെ കഴുകാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കാളിത്തമില്ല എന്നൊക്കെ പറയുമ്പോൾ പത്രോസ്, അയ്യോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോടുകൂടെ പങ്കാളിത്തം വേണം, അങ്ങനെയാണ് എന്നെ കാല് മാത്രമല്ല എന്നെ മുഴുവനോടെ കഴിയിക്കുമോ, എന്നെ മുഴുവനോടെ എന്നൊക്കെ പറയുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്നെ മുഴുവനോടെ കഴിയേണ്ട കാര്യമില്ല, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. കുളിച്ചിരിക്കുന്നവർക്ക് കാല് മാത്രം കഴിയാൽ മതി. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എന്നാൽ നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് യേശു അവിടെ പറയുന്നു. അതെന്താ അങ്ങനെ? എന്നിട്ട് അവിടെ തന്നെ പറയുകയാണ്, ഇത് നമുക്ക് 13-ാം അധ്യായത്തിലെ വാക്യത്തിലെ ആ ഭാഗം തന്നെ ഞാനൊന്ന് വായിക്കാം. ആ ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, 13-ാം അധ്യായത്തിൻ്റെ 13 പറയുന്നത്, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാല് കഴിയുമെങ്കിൽ നിങ്ങളും തമ്മിൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം ചെയ്തിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. നിങ്ങൾ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിരിക്കുന്നു എന്ന് പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അവിടെ. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല. ഇത് അവനെ കാണിച്ചു കൊടുക്കാനിരിക്കുന്ന യൂദായെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയുന്നത്. ഞാനപ്പോൾ ഈ യൂദായെപ്പറ്റിയും ഈ ബാക്കി ശിഷ്യന്മാരെ പറ്റിയും ഒന്ന് ചിന്തിച്ചു. കാരണം ഈ കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് ശേഷം പിന്നീട് നടക്കുന്ന രംഗത്ത് എന്താ സംഭവിക്കുന്നത്? യൂദ ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും യേശുവിനെ തള്ളിപ്പറയുകയോ ഓടി മാറുകയോ ചെയ്തു. സാഹചര്യം അങ്ങനെ ആയിരുന്നു. പ്രതികൂല സാഹചര്യം വന്നപ്പോൾ അവരെല്ലാം ഓടിക്കളഞ്ഞു. എന്നാൽ യൂദായോ ഓടിയില്ല, ചേർന്ന് നിന്നു. ചേർന്ന് നിൽക്കുക മാത്രമാണ്, യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഗുരുവും കർത്താവുമായ യേശു. ചുംബിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ചുംബിച്ച് പരിചയപ്പെടുത്തുന്നതിൻ്റെ പുറകിലെ താല്പര്യം പണമായിരുന്നു. തനിക്ക് കിട്ടുന്ന പണത്തിൻ്റെ കനത്തിലാണ് യേശുവിനെ ചുംബിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത്. മറ്റവരോ അവരുടെ മുമ്പിൽ പണമൊന്നുമല്ല, അവരുടെ മുമ്പിൽ അവരുടെ ജീവനായിരുന്നു പ്രശ്നം. സാഹചര്യം പ്രതികൂലമാണെന്ന് കണ്ടപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ് അവർ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടിമാറുന്ന രീതി നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ യേശുക്രിസ്തു അവരോട് പറയും, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, പക്ഷെ പണത്തിന് വേണ്ടി എന്നെ പരിചയപ്പെടുത്തിയ, അല്ലെങ്കിൽ നാളെ പണത്തിന് വേണ്ടി എന്നെ പരിചയപ്പെടുത്താനിരിക്കുന്ന ഇവൻ ശുദ്ധ. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇന്ന് യേശുവിനെ പരിചയപ്പെടുത്തുന്ന 99, എല്ലാവരെക്കുറിച്ചും പറയുന്നില്ല, 99 പാസ്റ്റർമാരും 99 സുവിശേഷകരും, 99 എന്ന് പറഞ്ഞാൽ 99% ശുശ്രൂഷകന്മാരും സത്യത്തിൽ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? പണത്തിന് വേണ്ടിയാണോ? പണത്തിന് വേണ്ടിയാണെങ്കിൽ ശുദ്ധിയുള്ളവരല്ല എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വമാണ് നിൻ്റെ ജീവിതത്തിലുള്ളതെങ്കിൽ, നീ ശരിക്കും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ അണ്ടറിലാണെങ്കിൽ, നീ മണി മൈൻഡഡായിട്ട് പണത്തിന് വേണ്ടിയിട്ടായിരിക്കത്തില്ല പോവുക.
ക്രിസ്തുവിനെ സ്നേഹത്തിലായിരിക്കും, ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെച്ച് കൊടുക്കാൻ തയ്യാറാകുന്നൊരു മനോഭാവം. നമുക്ക് വീണ്ടും മുന്നേ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, ഈ 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായമൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 8:9 പറയുന്നൊരു ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ സമ്പന്നനാക്കേണ്ടതിന് സ്വയം ദരിദ്രനായി മാറിയവൻ. ഞാൻ ചോദിക്കുന്നത്, ഈ യേശുക്രിസ്തുവാണ് കർത്തൃത്വം നടത്തുന്നതെന്ന് പറയുന്ന നമ്മളിൽ അങ്ങനെയാണോ? നമ്മളിൽ എത്ര പേർ അങ്ങനെ ആകുന്നുണ്ട്? നമ്മൾ പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ഓരോ ദിവസവും സമ്പന്നരാകാനുള്ള ശ്രമത്തിലാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയ്ക്ക് വിശാലത ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് സമ്പത്ത് വർദ്ധിക്കണം, നമ്മുടെ സിറ്റുവേഷൻസിന് വർദ്ധിക്കണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കണം, അതൊക്കെയാണ് അനുഗ്രഹമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വമുള്ളത് എന്ന് പറയുന്ന നമ്മൾ പലരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരാളെ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി സ്വയം ദരിദ്രനായി തീരാൻ സമർപ്പിച്ച് താഴേക്കിറങ്ങിപ്പോയിട്ടുള്ള ആളുകളെ നമുക്കിടയിൽ കാണാനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അതാണ് എന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം. അങ്ങനെയാണെങ്കിൽ അവർ അതായത് ഈ മറ്റുള്ളവരെ കൊണ്ട് സ്വയം മറ്റുള്ളവരിൽ നിന്ന് സമ്പത്ത് പ്രാപിച്ച്, ഞാൻ ചോദിക്കുന്ന ഇന്നത്തെ സുവിശേഷകന്മാരൊക്കെ നല്ല ജീവിതം നയിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ പാസ്റ്റർമാർ, പ്രവാചകന്മാരൊക്കെ ലാവിഷായിട്ടല്ലേ ജീവിക്കുന്നത്. ഇവർക്ക് ഈ പണം എവിടുന്ന? ഇവരെന്തെങ്കിലും പണിയെടുത്തിട്ടാണോ? അല്ല. പിന്നെ എവിടുന്നാണ്? ഇവർ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പേരിൽ, പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ പേരിൽ, യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിൻ്റെ പേരിൽ പലരും അവർ അല്പം ദരിദ്രനായി തീർന്നുകൊണ്ട് ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ സമ്പന്നരാകുകയാണ്. നേരെ ഓപ്പോസിറ്റല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. വാസ്തവത്തിൽ ഇത് ക്രിസ്തുവിൻ്റെ കർത്തൃത്വമാണോ? സ്വയം സമ്പന്നനാകാൻ വേണ്ടി യേശുവിനെ പ്രാർത്ഥിക്കുന്നു, സമ്പന്നനാകാൻ വേണ്ടി യേശുവിനോട് വിളിക്കുന്നു, യേശുവിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഉപവസിക്കുന്നു, അല്ലെങ്കിൽ സമ്പന്നനാകാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അങ്ങനെ യേശുവിനെ പ്രസംഗിച്ചും പ്രവർത്തിച്ചും ഒക്കെ സമ്പന്നരാകുകയാണ്. യേശു ക്രിസ്തുവോ മറ്റുള്ളവരെ സമ്പന്നരാക്കേണ്ടതിന് സ്വയം ദരിദ്രനായി തീർന്നു. വാസ്തവത്തിൽ ക്രിസ്തുവാണ് കർത്തൃത്വം നടത്തുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു. അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വേർപെട്ട സഭകൾ, വിശേഷിച്ച് പെന്തക്കോസ്ത് സഭകൾ, ഞാൻ ആ ഭാഗത്ത് തന്നെ എടുക്കുകയാണ്. കാരണം പലപ്പോഴും ഞാൻ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പല വേദികളിലും യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വേദിയിൽ നിൽക്കുന്നു അവരെക്കുറിച്ച് പറയാം, മറ്റുള്ളവർക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അവിടെ മത്സരങ്ങളല്ലേ, സെൻട്രൽ പാസ്റ്റർ ആകണം, ഓവർസീർ ആകണം, മത്സരങ്ങളാണ്. വോട്ട് വെച്ചിരിക്കുക, ഇലക്ഷൻ നടത്തി കോടതി വരെ ഇടപെട്ടാണ് ഇന്ന് വോട്ടുകൾ സുഗമമായി നടത്തുന്നത്. കള്ള വോട്ട് നടക്കുന്നു. അറിയപ്പെടുന്ന പെന്തക്കോസ്ത് പ്രവാചകൻ അഭിഷിക്തന്മാരുടെ സംഘടനയ്ക്കകത്ത് കള്ളവോട്ട് വഴിയാണ് അവർ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും എത്തുന്നതെന്നുള്ള പരാതി എന്നപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ, ഹൈക്കോടതി ഉൾപ്പെടെ നിരീക്ഷകരെ വെച്ച്, അമിക്കസ് ക്യൂരിയോ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ കൺട്രോളിൽ കാര്യങ്ങൾ നടത്തുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. എവിടെ ചെന്ന് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്നാണ് അവകാശപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇനി മറ്റൊരു കാര്യം കൂടി, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ലല്ലോ നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അതുകൊണ്ട് തക്ക സമയത്തുള്ള കൃപ പ്രാപിക്കേണ്ടതിന് അടുത്തേക്ക് ചെല്ലുക. ഇതൊക്കെയാണ് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം. ഈ സ്വഭാവ സവിശേഷത എന്നിലും നിങ്ങളിലും ഇല്ല എങ്കിൽ, അതായത് മറ്റുള്ളവരുടെ ബലഹീനതകളിൽ അവരോട് സഹതാപം കാണിക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ, കരുണയോടെ അവരെ ചേർത്ത് നിർത്തുവാൻ, അവരിൽ ഒരാളായി അവരോടൊപ്പം സഞ്ചരിക്കുവാൻ, അവരെ പോലെ ആയിത്തീരുവാൻ, അവരെ ഉയർത്തേണ്ടതിന് അവരെക്കാൾ താണ അവസ്ഥയിലേക്ക് സ്വയം ഇറങ്ങിച്ചെല്ലുവാൻ, സ്വയമായി മാറുവാൻ, നമ്മുടെ പ്രാണനെ വെച്ചുകൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ ഒക്കെ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മളിൽ എങ്ങനെയാണ് യേശു കർത്തൃത്വം നടത്തുന്നതെന്ന് പറയാൻ പറ്റുക? അപ്പം അതുകൊണ്ട് ഈ ഒരൊറ്റ ഭാഗം കൊണ്ട് തന്നെ നമുക്ക് ഈ ലോകത്തെ നമുക്ക് വിവേചിക്കാൻ പറ്റും. തിരുവെഴുത്ത് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ എല്ലാ ശുശ്രൂഷകന്മാരെയും കണ്ണുടച്ച് വിശ്വസിക്കരുത്. ശുശ്രൂഷകന്മാർ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് പരിശോധിക്കണം, ഇവർ ക്രിസ്തുവിൽ നിന്നുള്ളവോ. ആ ഭാഗം പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു യോഹന്നാൻ്റെ ലേഖനത്തിലാണ് പറയുന്നത്, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്താ, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണോ എന്നൊരു ചോദ്യം ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടായി. ആരാ ഇവിടെ? എല്ലാവരും യേശുക്രിസ്തുവിനെ അറിയുന്നവർ. ഓൾമോസ്റ്റ് എല്ലാ പുരോഹിതന്മാരും, മഹാപുരോഹിതന്മാരും, പോപ്പുമാരും, പാത്രിക്കീസുമാരും, പാസ്റ്റർമാരും, സെൻട്രൽ പാസ്റ്റർമാരും, ഇവരെല്ലാം യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവരാ. അപ്പോൾ അവരെല്ലാവരും ദൈവത്തിൽ നിന്നുള്ളതാണോ? ഭിന്നാഭിപ്രായം ഉണ്ടല്ലോ അവർക്കിടയിൽ. അവരൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണോ? അവരെയാണോ ദൈവത്തിൽ നിന്നുള്ളതെന്ന് വിളിക്കേണ്ടത്? ഈ നമുക്കിടയിൽ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞ് വരുന്നവർ പോലും യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. യേശുക്രിസ്തു ദൈവമല്ലെന്നും പറഞ്ഞു വന്നാൽ, യേശുക്രിസ്തു ദൈവത്തിൻ്റെ അവതാരമല്ലെന്നും പറഞ്ഞു വന്നാൽ അവരെ നമ്മൾ സ്വീകരിക്കത്തില്ല. അപ്പം അത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ഒക്കുക? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നൊരു ബോധ്യത്തെ ഞാൻ പറയും. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുക എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വീകരിക്കുക.
വിശ്വസിക്കുകയല്ല. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗദർദേശത്തെ ഭൂതബാധിതൻ യേശുവിനോട് പറയുന്ന വാക്കിത, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര സമയത്തിന് മുമ്പ് എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭൂതം പോലും യേശു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പബ്ലിക്കായിട്ട് പറയുകയാണ്. അപ്പം പിന്നെ ഭൂതത്തെ അംഗീകരിക്കാൻ പറ്റും? അപ്പം യേശു ദൈവപുത്രനാണെന്ന് പറയുന്നതോ അംഗീകരിക്കുന്നതോ വിശ്വസിക്കുന്നതോ അല്ല. അതിനും അപ്പുറത്തൊരു വാക്കാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത, അതാണ് എന്നെ കുറേ ചിന്തിപ്പിച്ചു. എന്താ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തോട് സമത്വമുള്ളവനായി ദൈവരൂപത്തിലിരിക്കുന്നവൻ ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, ഫിലിപ്പിയർ ലേഖനത്തിലെ വാക്യമാണ്, പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരെ രക്ഷിക്കേണ്ടതിന്, അവർക്ക് മറുവിലയായി തീരേണ്ടതിന് മനുഷ്യ രൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ദാസരൂപം സ്വീകരിച്ചെന്നാണ് പറയുന്നത്. അപ്പം ആ ഉയർന്ന ലെവലിൽ നിന്ന് താൻ രക്ഷിക്കാനിരിക്കുന്ന ജനത്തെ രക്ഷിപ്പാൻ വേണ്ടിയിട്ട് അവരിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ സ്ഥാനവും മാനവും ഒക്കെ ത്യജിച്ച് ഏതുമില്ലാത്തതായി ഒരു മനുഷ്യനായി, അതും ദാസനായി. ദാസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പലരും കയറി ദൈവത്തിൻ്റെ ദാസൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. വാസ്തവത്തിൽ ആരെ കണ്ട ദാസനാണെന്ന് തോന്നത്തില്ല. മാനേജിങ് ഡയറക്ടറായിട്ടൊക്കെയാണ് തോന്നുന്നത്, ഏതോ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടൊക്കെയാണ് നമുക്ക് പല ദൈവദാസന്മാരെയും കണ്ടാൽ തോന്നുന്നത്. കാരണം അവരിട്ടിരിക്കുന്ന രൂപം അത്രയാണ്. യേശു ഭക്തൻ സ്വീകരിച്ചത് ദാസൻ്റെ രൂപമാണ്, ദാസരൂപം. കോസ്റ്റ്യൂം അത് തന്നെയാണ്. അവൻ രാജാവിൻ്റെ രൂപമല്ല സ്വീകരിച്ചത്, രാജാവിൻ്റെ നിലവാരത്തിലും അല്ല വന്നത്. പക്ഷെ ഇവിടെ പലരും ആ നിലയിലാണ് പോകുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു മനോഭാവം, അതായത് ജഡത്തിൽ വരുവാനുള്ള മനോഭാവം, ദൈവമായിരിക്കുന്നവൻ ജഡത്തിലേക്ക് ഇറങ്ങി വരുവാൻ കാണിച്ച മനോഭാവം, അതേ മനോഭാവം സ്വീകരിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക, അത് ഉൾക്കൊള്ളുക. എനിക്കും അങ്ങനെ ആകാൻ കഴിയണം. അങ്ങനെ സ്വീകരിച്ചായി തീരുവാൻ കഴിയാത്ത യാതൊരുത്തനും, എന്നോട് ക്ഷമിക്കണേ, ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന നിലയിലാണ് അവിടെ പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ ക്രിസ്തുവിനെ പോലെയാകണം. സ്വയം ത്യജിക്കുവാൻ, ത്യാഗിയായി മാറുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മറുവിലയായി തീരുവാൻ മനസ്സുള്ളവനായി മാറണം. ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ നമ്മൾ എന്താ പറയണ്ടേ, ദാസരൂപം സ്വീകരിച്ചിറങ്ങി വന്ന യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറി നിൽക്കുന്ന ആളുകളെയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധയപ്പെടുന്നത്. വളരെ വിചിത്രമായിട്ട് തോന്നാറുണ്ട്. ഞാനിത് പറയുമ്പോൾ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഒത്തിരി ന്യായങ്ങൾ നമുക്ക് പറയാൻ പറ്റും, ഒത്തിരി ന്യായീകരണങ്ങൾ. അപ്പോൾ അന്നത്തെ കാലം അങ്ങനെയായിരുന്നു, ഇനി പായിൻ്റൊന്നും ആവശ്യമില്ല, യേശുവിനെ വിശ്വസിച്ചാൽ മതി. അല്ല സഹോദരങ്ങളെ, അല്ല. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വീണ്ടും പോകുന്നത്. നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നത് ആര്? ഞാൻ സ്വയം പരിശോധിക്കേണ്ട കാര്യം. എന്നിൽ കർത്തൃത്വം നടത്തുന്ന ആര്? നിസ്സാരമായി രണ്ടു പേർക്ക്, ഒരാൾക്ക് യേശുവിൻ്റെ ഇടത്തും ഒരാൾക്ക് വലത്തും ഇരിക്കാൻ അനുവാദം കൊടുക്കണമേ എന്ന് ചോദിച്ച ഇടത്താണ് യേശു സ്വന്തം ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, ഇവരിൽ കർത്തൃത്വം നടത്തുന്നത് ജാതികളുടെ അധിപന്മാരാണ്, നിങ്ങൾ അങ്ങനെ ആകരുത്. യേശു പഠിപ്പിച്ച വാക്കാണ്. ഞാൻ പറയുന്നത്, ഒരു സ്വയവിമർശനം നമുക്ക് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ഞാൻ എന്നെ പരിശോധിക്കുന്നു, ഞാൻ നിങ്ങളോടും ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം, നമ്മളിൽ കർത്തൃത്വം നടത്തുന്ന ആരാണ്? ക്രിസ്തുവാണ് കർത്തൃത്വം നടത്തുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി മാറണം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറണം. നമ്മൾ നിമിത്തം മറ്റുള്ളവർ ഉയർന്നതിലേക്ക് പോകണം. മറ്റുള്ളവരെ പ്രതി നമ്മൾ താഴേക്ക് വന്ന സാക്ഷ്യം നമുക്കുണ്ടാകണം. മറിച്ച് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ഉയർന്ന നിലയിലേക്ക് പോയ കഥകളാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ, അതാണ് നമുക്ക് പറയാനുള്ള സാക്ഷ്യമെങ്കിൽ, പരിശോധിക്കണം നമ്മൾ എന്ന കർത്തൃത്വം നടത്തുന്നത് ലോകത്തിൻ്റെ അധിപതിയാണോ അതോ യേശു ക്രിസ്തുവാണോ? എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായി ക്രിസ്തുവിൻ്റെ കർത്തൃത്വം കീഴിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ആമീൻ.